പക്ഷെ ആൾക്കാർ അതൊന്നും നോക്കില്ലല്ലേ. ഒരാൾ വീണ് കണ്ട എല്ലാവർക്കും ഉള്ളതാണ്. കൈ കൊടുക്കണതിന് പകരം ആദ്യം കൂട്ടത്തിലൊരു ചിരി ഉണ്ടാവുക. പക്ഷെ അത് വീണ് കിടക്കുന്ന ആൾക്കാർക്കായിരിക്കും അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവുക അല്ലേ. അങ്ങനെ ചന്ദ്രനും കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റി. നമുക്കറിയാം, പ്രധാനപ്പെട്ടിട്ട് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന 3 ദൈവങ്ങളെയാണ് നമ്മൾ ആദ്യം പറയുക. ഗണപതി ഭഗവാൻ, ഭദ്രകാളി, ഹനുമാൻ. ഈ ഞങ്ങൾ മാറ്റാൻ ഒരു കാര്യം തുടങ്ങുമ്പോൾ അത് നമ്മൾ ആദ്യം ഗണപതി ഹോമം അല്ലെങ്കിൽ ഗണപതി പൂജിച്ച് നാളികേരം ഉടച്ച് നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആ വിഘ്നങ്ങൾ അങ്ങോട്ട് പോയിട്ട് അത് അത്രയും സ്മൂത്തായിട്ട് സുഗമമായിട്ട് ആ കാര്യം നന്നായി നടന്ന് പര്യവസാനിച്ച് അതിൽ സദ്ഫലം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ഉദ്ദിഷ്ട ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം എന്തിനാണ് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. എന്തുമായിക്കോട്ടെ, ഇനി അത് ഏത് രീതിയിലുള്ള പൂജയായിക്കോട്ടെ, ഗണപതി ഹോമമാണ് ആദ്യം ചെയ്യുന്നത് അല്ലേ. എനിക്ക് തോന്നുന്നു സൂര്യകാലടി മനയിൽ ഒഴികെ ബാക്കി ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും സൂര്യോദയത്തിന് മുന്നെയാണ് ഗണപതി ഹോമം നടത്തുക.